9th സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 26 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ചിത്രം. ഇതെങ്ങനെയാണ് വരയാന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെയ്യുന്ന ആൻസർ ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നോട്ട് ബുക്കിൽ വരയാൻ പറ്റുക അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അളവുകൾ നമുക്ക് തന്നിരിക്കുന്നത് 1 മീറ്റർ വെച്ചിട്ടാണ്. ആ 1 മീറ്റർ എന്നുള്ളത് ഞാൻ 1 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നുള്ളൂ. 1 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. 1 മീറ്റർ എന്നുള്ള ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ലേശം കൂടുതലായിട്ടുള്ളത് 1 മീറ്റർ എന്നുള്ളത് 1 സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ നമുക്ക് ആ 1 മീറ്റർ എന്നുള്ളത് 2 സെൻറ്റിമീറ്റർ ആയിട്ട് കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിത്രം കാണിക്കാൻ നമുക്ക് അങ്ങനെ എടുത്തിട്ട് വരയാൻ പറ്റും. അപ്പം നോക്കാം നമുക്കിതെങ്ങനെയാണ് വരയുക എന്നുള്ളത്. ആദ്യം 1 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയാം. ആ 1 സെൻറ്റിമീറ്റർ കുത്തനെയും വരയാം. കുത്തനെ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ടും വരയാൻ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് വരയാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് വരയുന്നത്. പിന്നെ ഇതാ ഇപ്പം നമ്മുടെ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതൊന്നാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 വേണം. അതെങ്ങനെയായിരിക്കണം? അത് 90 ഡിഗ്രി ആയിരിക്കണം. ഒന്നിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ വരയുടെ നേരെ ഇങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ആ വര നമുക്ക് എന്ത് ചെയ്യാം, 1 സെൻറ്റിമീറ്റർ എടുക്കാം. ആ വരയുടെ നീളം 1 സെൻറ്റിമീറ്ററായിട്ട് എടുക്കുന്ന വിധത്തിൽ ഇതാ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 3-ാം മൂല നമ്മുടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഹൈപ്പർട്ടെന്യൂസ് ആയത്. കർണം മാറി. നമ്മുടെ ആദ്യത്തെ ചിത്രം പറഞ്ഞപ്പോൾ ഇതാണ് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ ഇതായിരുന്നു കർണം. രണ്ടാമത്തെ പിക്ചർ എത്തിയപ്പോൾ ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡായി. ഇതാണ് കർണം. അങ്ങനെ മാറിക്കൊണ്ട് ഇത് ഹൈപ്പർട്ടെന്യൂസ് ആണ് അല്ലേ. ഓരോന്നിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. പാദം ലംബം കർണം, പാദം ലംബം കർണം. അപ്പം ഇങ്ങനെ പോകും. ബേസ് ആൾട്ടിറ്റ്യൂഡ് ഹൈപ്പർട്ടെന്യൂസ്, ബേസ് ആൾട്ടിറ്റ്യൂഡ് ഹൈപ്പർട്ടെന്യൂസ്. ആ ഒരു രീതിയിലാണ്. ഇനി വീണ്ടും ഇവിടുന്ന് 90 ഡിഗ്രി വരെ നമ്മൾ സ്കെയിൽ എന്ത് ചെയ്താൽ മതി, നേരെ ഇതുപോലെ സ്കെയിലിൻ്റെ വര കണ്ടോ, സ്കെയിലിൻ്റെ വര ഇതേപോലെ നേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് പിന്നെ പ്രൊട്രാക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഇവിടത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1 ആകുമ്പോൾ ഇത് √2 ആയിരിക്കും, ഇത് √3 ആയിരിക്കും, ഇത് √4 ആയി. ഇനി ഇവിടെ നമുക്ക് √4ൻ്റെ സമചതുരം വരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 90 ഡിഗ്രി നേരെ ഇതേപോലെ സ്കെയിലിൻ്റെ നേരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വരയാൻ പറ്റും. ഞാനൊരു 5-6 വരെ ഉള്ളത് വരഞ്ഞിട്ടാണ് ഞാൻ ആ സ്ക്വയർ വരയാൻ പോകുന്നത്. കാരണം കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ പിക്ചർ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. വീണ്ടും സ്കെയിൽ നേരെ ആ മണ്ണ് ഇതുപോലെ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ എടുക്കാം. എന്നിട്ട് 3-ാം മൂല ഓരോന്നിനും ഹൈപ്പർട്ടെന്യൂസ് മാറുന്നു നോക്കൂ. ഇത് 1 ആണ്, 1 ഇതിപ്പോൾ √2 √3 √4 ഇത് √5 ആയി. √2 √3 √4 √5 ആയി. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ 90 ഡിഗ്രി വരുന്നത് നമ്മൾ സ്കെയിലിൻ്റെ ഈ വര കണ്ടോ, സ്കെയിലിൻ്റെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്രാക്ടറിൽ എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുകളിലേട്ടേക്ക് ഇങ്ങനെ വരയാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങേ ഭാഗത്തുനിന്നും അങ്ങേ മൂലക്കുനിന്നും ഇവിടെ വെച്ചിട്ട് മുകളിലോട്ടേക്ക് ഇങ്ങനെ വരയാം. അതിനുശേഷം നമ്മുടെ കോമ്പസ് എടുത്തിട്ട്, അതായത് നമുക്ക് ആ √5 എന്നുള്ള അളവ് നമുക്കങ്ങനെ സ്കെയിലെടുക്കുക പോയിൻ്റൊക്കെ വരുന്നിട്ടാണ് ഉണ്ടാവുക. 2 പോയിൻ്റ് സംതിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ അളവ് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിലെടുക്കുക. ഈ അളവ് കോമ്പസിലെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ അളവ് എടുക്കുക, അപ്പുറം വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ അളവ് തന്നെ ഇവിടുന്നും ഇങ്ങനെ വരാം. എന്നിട്ട് അത് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ഏരിയ വരുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയ 5 ആയിരിക്കും, പരപ്പളവ് 5 ആയിരിക്കും. സൈഡ് √5 ആണെങ്കിൽ പരപ്പളവ് എത്രയായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനിയും 6 ആണെങ്കിൽ ഇങ്ങനെ കൂട്ടി നമുക്ക് വരയാൻ വേണ്ടി പറ്റും. ഇനി ഇതെല്ലാം √7ൻ്റെയും √11ൻ്റെയും പിക്ചർ വരയുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ ചെയിനായിട്ട് പോകുന്ന ഫിഗർ ഇങ്ങനെയാണ് വരയാമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.